ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് ഗൈസ്. ഇവിടെ 5 ദിവസം എല്ലാവരും അടിച്ചു പൊളിക്കും. അപ്പോൾ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കും, ഉപ്പ് എന്തായാലും ചീനിയ ഉണ്ടാക്കും, പിന്നെ ആലങ്ങ ഉണ്ടാക്കും. അങ്ങനെ കുറേ ഐറ്റം അമ്മ ഉണ്ടാക്കും. അപ്പോൾ അതിൽ ഒരു ഐറ്റം ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ചീനിയ നമ്മളെ തിന്നുമെന്ന് വിചാരിക്കേണ്ട. അമ്മാമ്മേൻ്റെ വീട്ടുകാർ തിന്നും, നമ്മളെ തിന്നും, അമ്മയൊക്കെ തിന്നും. അവർക്ക് ജോലിയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എന്തൊക്കെ കാണിക്കണം? ചെടി. അപ്പൊ അമ്മയുടെ ചെടി പൂന്തോട്ടമാണ്. ഞാനും കൂടെ കഷ്ടപ്പെട്ട് വളർത്തിയ പൂന്തോട്ടം. കുറെ നാളുണ്ട് അമ്മ ഇങ്ങനെയൊന്ന് പറയണടി, എൻ്റെ പൂന്തോട്ടം കാണീര്, പൂന്തോട്ടം കാണീര്, നിങ്ങളെ പൂന്തോട്ടം അവര് കണ്ടത് കണ്ട ഗൈസ്. നല്ല രസമുണ്ടല്ലേ അമ്മ ഈ റോസയൊക്കെ. ഇത് നോക്ക് ഗൈസ്, ഇത് നോക്ക്, ഇതെന്തൊരു പണിനീർ റോസേ. ഗൈസ് അപ്പം കണ്ട ഞൊണ്ടിക്കാലം കൊണ്ട് ഞാൻ ഞൊണ്ടിയാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒഴിച്ചോ അതിൻ്റെ ഇടയിൽ ദാരി. ഇതാണ് നമ്മുടെ സതിയമ്മ യൂട്യൂബിടെ. ഇത് നമ്മുടെ തുളസിത്തോട്ടം. ഇത് എൻ്റെ അമ്മ നടയിലൊക്കെ പോകണം ഭയങ്കര ഭക്തിയാണ്. അതുകൊണ്ട് 24 മണിക്കൂർ ഇതൊക്കെ വെച്ച് മാലയൊക്കെ കിട്ടും. അതുകൊണ്ടൊക്കെ ചെടിയെന്ന് വെച്ചാൽ ഭ്രാന്താണ്. ഇതാണ് ശംഖുപുഷ്പം. ആർക്കും അറിഞ്ഞുകൂടാ കേട്ടാ. ശംഖുപുഷ്പം, ഇതാണ് ശംഖുപുഷ്പം. ഇത് ശിവനുമാല കേട്ടോ അല്ലേ. പിന്നെന്തരുണ്ട് കാണിക്കാൻ പറ. ഇവിടെയൊന്നും പണി കിടക്കുന്നതുകൊണ്ട് വൃത്തിയില്ലാതെ കിടക്കും ഗൈസ്. അതുകൊണ്ടാണ് കൂടുതലൊന്നും കാണിച്ചിടാത്ത. പണിയൊക്കെ തീർന്ന് ഈ ചെടിയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും ഫ്രണ്ടിൽ. എന്നിട്ട് നല്ലതായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഒക്കെ അയക്കാം. അല്ല ഇതാ ഉണ്ട് ചെടി. ഇവിടെ ഫുള്ള് ചെടിയേ ഉള്ളു. ഇത് ഞാനും കൂടെ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്. ഇപ്പം വന്നതേ ഉള്ളു നമ്മൾ. കടയിൽ പോയിരുന്നു ഗൈസ്. ഇതൊക്കെ തന്നെ എന്നാ നമ്മൾ ഓണത്തിൻ്റെ 5 പിഞ്ചും കളയുന്ന 5 ശശി. കാലിൻ്റെ വേദനയൊക്കെ കുറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ നടക്കും. കാലിൻ്റെ വേദനയൊക്കെ പോയി ഗൈസ്. ചെറുക്ക എൻ്റെ തനി സ്വഭാവം ഇങ്ങനെ. അപ്പം ഇത്രയൊക്കെ ഉള്ളു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.